ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട്. യുഗാണ്ടയിലാണ്, ജിൻജയിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താണ് എൻ്റെ ബാഗിനകത്ത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ 2 പെട്ടിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിലിതേ ഒരു പെട്ടി ഇവിടെ ഇങ്ങനെയുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ്സ് ആണ് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം ഗിഫ്റ്റ്സ് ആണ്. നമ്മുടെ ഇവിടുത്തെ പിള്ളേർക്ക് അങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ. പിന്നെ വേറൊരു പെട്ടി ഇവിടെ ഉണ്ട്. ഇത് ഞാൻ വേറൊരു പെട്ടിയിലായിരുന്നു കൊണ്ടുവന്നത്, പക്ഷേ ആ പെട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി നമുക്ക് പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങളും എടുക്കാത്ത സാധനങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് രണ്ടും നമുക്ക് പുറത്ത് കൊടുക്കാനുള്ളതാണ്. അതുപോലെ ഇതും അങ്ങനെ തന്നെ കേട്ടോ. കുറച്ച് മെസ്സായിട്ടുണ്ട്, കാരണം ഞാനിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്ന ഒരു തിരക്കിലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. സോ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ സൈഡിലുള്ള പെട്ടി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഗിഫ്റ്റ്സ് എല്ലാം നമുക്ക് ആ പെട്ടിക്കകത്ത് തന്നെ വെക്കാം. പിന്നെ ഇപ്പുറത്തുള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ട്. അതിനകത്ത് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണുള്ളതെന്ന്. കുറച്ച് സ്നാക്സാണ്. പിന്നെ അതുപോലെ തന്നെ ഇതും നമ്മുടെ മുറുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് മറ്റേ എന്താ പറയണ പൊക്കലണ്ടി മിഠായി, അതൊക്കെയാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളത് ഇത് തേയിലയാണ്. എൻ്റെ ചേച്ചി, ഞാനിത് പറഞ്ഞ് UK നിന്ന് എൻ്റെ ചേച്ചി ആകുമ്പോൾ കൊണ്ടുവന്നൊരു ടീ ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ട് തന്നെ വെക്കാം. പിന്നെ ഇത് കണ്ടോ, ഇത് മറ്റേ സർബത്തില്ലേ, സർബത്ത്, അതിൻ്റെ ഒരെണ്ണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പേഴ്സണലി യൂസ് ചെയ്യുന്ന കുറച്ച് എന്താ പറയുക പേസ്റ്റ്, പിന്നെ സൺസ്ക്രീൻ, ജെല്ല് കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. ഹെയറിൻ്റെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങൾ. പാരച്യൂട്ടാണ് ഇതെന്താണെന്ന് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു ക്രീം എന്തോ ആണ്. ഇത് ക്രീമാണ്. ഇതെനിക്ക് എൻ്റെ ചേച്ചി, അതായത് ശിവല ചേച്ചി എനിക്ക് തന്നതാണ് കേട്ടോ. ഇതൊരു ക്രീമാണ്. പിന്നെ ഇത് വന്നിട്ട് കുറച്ച് മെഡിസിൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ അവിലിൻ്റെ, പിന്നെ എൻ്റെ ഇങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസ് കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഇതൊരു ചെറിയ ഗിഫ്റ്റാണ്. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞ് മേടിപ്പിച്ചൊരു സാധനം, അതാണ്. പിന്നെ വന്നിട്ട് കുറച്ച് ഹെയർ ആക്സസറീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കാരണം ഇവിടെ നമ്മുടെ എല്ലാ സാധനങ്ങളും കിട്ടാറില്ല കേട്ടോ. അങ്ങനെ വേണ്ട കുറച്ച് ബണ്ണുകൾ, പിന്നെ സ്ലൈഡ്. ഇതെൻ്റെ സിസ്റ്ററിലോട് അവിടെ ചേച്ചിയുടെ അങ്ങനെയുള്ള കുറച്ച് സ്ലൈഡ് കാര്യങ്ങൾ, കുറച്ച് കുഞ്ഞ് ക്ലിപ്സ് കാര്യങ്ങൾ വേണ്ടോ. അങ്ങനെയുള്ള കുറച്ച് സാധനം ഇങ്ങനെയൊക്കെ ഇവിടെ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. സോ അപ്പം ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ കോഫി ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കോഫിയാണ് കേട്ടോ. കോഫി ആണ്. പിന്നെ ഇതെന്തോ ഒരു മസാല അങ്ങനെ എന്തോ ആണ്, എൻ്റെ പേര് ഞാൻ പറഞ്ഞതോ. ഇത് നോർത്ത് ഇന്ത്യൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നൊരു മസാലയാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ ചേച്ചി കൊണ്ടുവന്ന ബിരിയാണി കിറ്റ. ഇത് 3 ഞാനിങ്ങനെ കൊണ്ടുവന്നു. ഇവിടെ നമുക്ക് എല്ലാവർക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ്. ഇതും എൻ്റെ പേഴ്സണലി ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഹെയർ ഫുഡാണ്. ഹെയർ ഫുഡ്, നോട്ട് ഫുഡ്. പിന്നെ കുറച്ച് ചുക്ക് കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്, കാരണം ഇവിടെ തണുപ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പം എനിക്ക് ചുമ കൊഫ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുക്ക് കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത്. ഒരു 3 പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് കൊണ്ടുവന്നിട്ട് മറ്റേ നമ്മുടെ മുളകില്ലേ, എന്താണ് പറയുന്നത്, അയ്യോ എൻ്റെ പേര് ഞാൻ പറഞ്ഞു, മറ്റേ മുളകുണ്ടല്ലോ, ഉണക്കിയ മുളക്, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എപ്പോഴോ ഉണ്ട്. പിന്നെ ഈ മുളക് ഇത് കൊണ്ടുവന്നു. പിന്നെ ഇതൊക്കെ കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ഞാൻ പിന്നെ ചെയ്യാം. ഇത് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ മമ്മി, എൻ്റെ അമ്മയുടെ ഗിഫ്റ്റാണ് എനിക്ക്. കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് കറിവേപ്പിലയാണ് കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ കറിവേപ്പില കിട്ടാറില്ല. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന തൊട്ട് താഴെയുണ്ട്, പക്ഷെ എന്നും നമുക്ക് അവിടെ പോയി എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഞാൻ കൊണ്ടുവന്നു. പിന്നെ കുറച്ച് നടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ മുളകില്ലേ, ഇതിൻ്റെ വിത്തൊക്കെ എടുത്തിന് ഇവിടെ നടണം. അങ്ങനെ കറിവേപ്പില പ്ലസ്. അപ്പോൾ ഇത് നമുക്ക് പുറത്തോട്ട് വെക്കാം. പിന്നെ ഇത് കുറേ സീഡാണ് കേട്ടോ. കുറേ വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നടാൻ വേണ്ടി. പാവൽ, പിന്നെ മുളക്, പിന്നെ
കുറച്ച് കത്തിരി അങ്ങനെയുള്ള കുറേ വിത്തുകളൊക്കെ കൊണ്ട് നട്ടു. ഇനിയിപ്പം കൃഷിയൊക്കെ ആരംഭിക്കണം ഇവിടെ. പിന്നെ നമുക്ക് മസാല ഐറ്റംസ് കുറച്ച് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഉലുവ, അത് മുകളിലിരിക്കുകയാണ് എടുത്തില്ല. ഉലുവ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അതൊക്കെയാണിത്. പിന്നെ ഇത് മൈലാഞ്ചി ഇല ഞാൻ ഉണക്കി കൊണ്ടുവന്നതാണ്. പൊടിക്കാൻ സമയം കിട്ടിയില്ല, മറന്നുപോയി. ആക്ച്വലി സമയം കിട്ടാത്തല്ല, മറന്നുപോയി. സോ അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതൊക്കെ പിള്ളേരുടെ ഗിഫ്റ്റാണ്. പിന്നെ ഇതെനിക്ക് എൻ്റെ കിട്ടിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. സോ അതെല്ലാം ഞാൻ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഗിഫ്റ്റാണ്. പിന്നെ ഇത് 2 ഡ്രസ്സ് നോർമൽ. പിന്നെ വന്നിട്ട് ഇത് കോഫിയാണ്. പിന്നെ ഇവിടത്തേക്ക് വേണ്ടിയിട്ട് ചെറിയ മാലകൾ, അങ്ങനെയുള്ള കുറച്ച് ആക്സസറി സാധനങ്ങൾ. പിന്നെ ഇത് കൊണ്ടോ ഞങ്ങൾ കന്യാകുമാരി പോയപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഇത് സിനമണും പിന്നെ നമ്മുടെ ക്ലോസ്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെന്തുവാ, ഇത് ഞാനവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൽമണ്ട് ഓയിൽ. പിന്നെ ഇത് കലണ്ടറാട്ടോ. ഇതൊക്കെ ഗിഫ്റ്റാണ്. ആക്ച്വലി എനിക്കിവിടെ കൊടുക്കാനുള്ള സാധനങ്ങളാട്ടോ. കൊടുക്കാനുള്ള സാധനങ്ങൾ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഞാൻ കായം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചൊരു സംഭവമാണ് കേട്ടോ. നേരത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്. ഞാൻ ഇവിടെ കായം കണ്ടിട്ടില്ല. സോ അങ്ങനെ കായം. പിന്നെ ഇത് മെഡിസിൻസാണ്. പിന്നെ കുരുമുളക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെന്താ, ഇത് മെഡിസിൻസാണ്. പിന്നെ ഒരു സാരി. എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഓരോ സാരി വെച്ച് ഞാൻ കൊണ്ടുവരും, എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകും അങ്ങനെ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഈ സാരിയാണ് കേട്ടോ കൊണ്ടുവന്നത്, ഒരു സാരി. പിന്നെ ഇതൊരു കപ്പാണ്. ഇത് എനിക്ക് കുറച്ച് ഗിഫ്റ്റ് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, നാട്ടിൽ നിന്നാണെങ്കിലും അതുപോലെ ഇവിടെ നിന്നാണെങ്കിലും കുറേ ഗിഫ്റ്റ്. അപ്പോൾ ഞാൻ ഗിഫ്റ്റ്സ് കാണിക്കുന്ന ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇതൊരു ഗിഫ്റ്റാണ്. ഇത് സോ ഇത്രയും സാധനങ്ങളാണേ. പിന്നെ എൻ്റെ അല്ലറ ചില്ലറ കുറച്ച് നമ്മുടെ പേഴ്സണലി കാര്യങ്ങൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെന്തുവാ, കുറച്ച് സ്നാക്സ് ഇതൊക്കെയാണ്. പിന്നെ ചക്കയല്ല, മറ്റെന്തുവാ, ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാവേ. ഇതൊക്കെയാണ് കേട്ടോ. ഇത് നമ്മളെ ചിപ്സ്. ഇത് എൻ്റെ മമ്മി മേടിച്ചത്. ഇതും അതുപോലെ തന്നെ അമ്മ. പിന്നെ ഇത് നമ്മുടെ ടാർപ്പയില്ലേ, അതായത് നമ്മളിങ്ങനെ കോട്ട് ഇടുന്ന. എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നേ, കോട്ടല്ല മറ്റേ റെയിൻ കോട്ട്. അതെ, എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഒരെണ്ണം വെള്ള മേടിച്ചിട്ടുണ്ട്. നേരത്തെ എൻ്റെ ഒരു ബ്ലൂ ആയിരുന്നു, അപ്പോൾ വെള്ള മേടിച്ചിട്ടുണ്ട്. പിന്നെ അതെ ഒരു വലിയ അബദ്ധം പറ്റി. എന്താണെന്നറിയോ, ഞാൻ ഇതിൻ്റെ കൂട്ടത്ത് സാമ്പാർ പൊടിയും ചിക്കൻ മസാലയും വെച്ചിരുന്നു. അത് ഹാൻഡ് ബാഗിലായിരുന്നു കേട്ടോ. എന്താ പറയാനാ, ചെക്കിങ്ങിൽ അവരത് എടുത്ത് മാറ്റി. ഞാൻ ഓർത്തില്ലായിരുന്നു അത് നമുക്ക് ഹാൻഡ് ബാഗിൽ വെക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് അത് രണ്ടും കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ ഇത് ഐമോഡൽ എൻ്റെ ഫേവറേറ്റ് ഒരു സാധനമാണ് കേട്ടോ. വെള്ളമൊക്കെ വെച്ച് ഇട്ടുമ്പോഴത്തേക്ക് ചുമക്കൊക്കെ നല്ലതാണ്, കഫിനൊക്കെ നല്ലതാണത്. അങ്ങനെ പിന്നെ ഇത് നമ്മുടെ പെരിഞ്ജീരകം, അത്. പിന്നെ ഉലുവ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഹെയർ വാട്ടർ ഉണ്ടാക്കാനും ഹെയർ ഓയിൽ ഉണ്ടാക്കാനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം ഞാൻ അത്യാവശ്യം ഇച്ചിരി കൂടുതൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ ജീരകം, ഇത് ഇച്ചിരി വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ കൊണ്ടുവന്നതാണത്. സോ ഇതൊക്കെയാണ് ഞാൻ നാട്ടിൽ നിന്ന്. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒന്നും കൊണ്ടുവരാറില്ല കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് തന്നെ ഇപ്പോഴും ഉണ്ട്, അത്യാവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും കൂടുതലായിട്ട് കൊണ്ടുവന്നില്ല. ഇത്രയൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന 40 kg ഓവറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ശർക്കരപ്പൊടി ഉണ്ട് കേട്ടോ, അത് വേറൊരു ബാഗിലാണ്, അത് വരുന്നതേ ഉള്ളൂ, ഓൺ ദ വെയിലാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് പേഴ്സണലി ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി ഇന്നൊക്കെയാണ് എല്ലാവർക്കും ചെറുതായിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനൊക്കെ ഉള്ളത്. സോ ഇത് എനിക്ക് മാത്രം യൂസ് ചെയ്യാനല്ല കേട്ടോ, ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് ഗിഫ്റ്റ്സ് നമ്മുടെ സ്റ്റാഫ്സിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കാം. സോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇത് എല്ലാം ഗിഫ്റ്റ്സാണ് കേട്ടോ. കുറേ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ്സിൻ്റെ ഗിഫ്റ്റ്സ് ഉണ്ട്,
ഫുഡാട്ടോ. അവർക്ക് നമ്മൾ വർമ്മസലിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിത് വില്ലേജ് പിള്ളേർക്ക് കൊടുക്കാനുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതാരാണ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ പറയാം. അപ്പം എന്ത് സാധനങ്ങളൊക്കെയാണെന്നുള്ളത് വേറെ വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഞാൻ കേട്ടോ, ഇത് എനിക്ക് വേറെ പെട്ടി ഉണ്ടായിട്ടോ. ഈ പെട്ടിയാണ്. ഈ പെട്ടി കുറച്ച് ആ പെട്ടിയിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി, ജസ്റ്റ് ഒന്ന് നോക്കി. കാരണം അച്ചാറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ലീക്കായോ ഒന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ഫ്രം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഗൈസ്, ബൈ.